ഹലോ നമസ്കാരം. നാളത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ബാലചന്ദ്രൻ എല്ലാ കാര്യങ്ങളും എങ്ങനെ അറിഞ്ഞു എന്നതിലുള്ള ഒരു ടെൻഷനിലാണ് ഗംഗാധര മേനോനും ഭാര്യ മാലതിയും. ബാലചന്ദ്രൻ ഈ രഹസ്യം അറിയാൻ യാതൊരു വഴിയും ഇല്ല എന്ന് ഗംഗാധര മേനോൻ പറയുമ്പോൾ മാലതി ചോദിക്കുന്നുണ്ട്, ഒരു പക്ഷേ രാവണി അമ്മാമ്മയുടെ വീട്ടിൽ ആരെങ്കിലും പറഞ്ഞതായിരിക്കും എന്നൊക്കെ ചോദിക്കുകയാണ്. അതിനൊരു യാതൊരു സാധ്യതയും കാണുന്നില്ല. പക്ഷേ ഒരു പെൺകുഞ്ഞാണ് ജനിച്ചത് എന്നുള്ള കാര്യം പോലും അയാൾക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ ഉള്ള ആരെങ്കിലും പറഞ്ഞു കൊടുത്തതായിരിക്കത്തില്ലേ എന്ന് മാലതി ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു സാധ്യത കാണുന്നില്ല. പക്ഷേ എങ്ങനെ ബാലചന്ദ്രൻ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞു എന്നത് മനസ്സിലാവുന്നുമില്ല എന്നൊക്കെ പറയണം. ആ സമയത്ത് മാലതി വീണ്ടും ഒരു സംശയം പറയുന്നുണ്ട്. നമ്മൾ കുഞ്ഞ് മരിച്ചിട്ടില്ല, അതിനെ ഒരു ഓർഫനേജിലാണ് ആക്കിയത് എന്ന് നമ്മളോട് രാവണി അമ്മാമ്മ പറഞ്ഞു. അച്ഛനും അറിയായിരുന്നു എവിടെയാണ് ആക്കിയത് എന്നൊക്കെ. പക്ഷേ ആ കുഞ്ഞ് ശരിക്കും മരിച്ചിട്ടില്ല എങ്കിലോ, ആ കുഞ്ഞ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെങ്കിലോ, ആ കുഞ്ഞിനെ ഒരിക്കൽ ബാലചന്ദ്രൻ കണ്ടിട്ടുണ്ടാകുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. ആ കുഞ്ഞിനെ കണ്ടാലും ബാലചന്ദ്രൻ എങ്ങനെ അറിയാൻ പറ്റും ഇത് വൈജയുടെ കുഞ്ഞാണ് എന്നുള്ള കാര്യം എന്നൊക്കെ പറഞ്ഞ് അവരാകെ ടെൻഷനിലാട്ടോ. എങ്ങനെയാണ് ബാലചന്ദ്രൻ ഇക്കാര്യങ്ങളൊക്കെ അറിഞ്ഞത് എന്ന് അറിയാഞ്ഞിട്ട്. ആ സമയത്ത് മാലതി വീണ്ടും പറയുന്നുണ്ട്, ഒരു പക്ഷേ എങ്ങനെ അറിഞ്ഞു എന്നുള്ളത് നമുക്ക് അറിയില്ല. പക്ഷേ ബാലചന്ദ്രൻ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയേക്കാണ്. ഇനി അവരുടെ ലൈഫ് എന്തായിരിക്കും, ബാലചന്ദ്രൻ ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യും, നമ്മൾ പറഞ്ഞിട്ടൊന്നും അടുക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയാണ്. ഇനി ഒരു പക്ഷേ തിരുവനന്തപുരത്തെങ്ങാനും പോയ സമയത്ത് വല്ല ഓർഫനേജ് സന്ദർശിക്കുകയും അങ്ങനെ അവിടെ നിന്ന് വല്ല കാര്യങ്ങൾ അറിയാനോ മറ്റോ പറ്റിയിട്ടുണ്ടാകും എന്നൊക്കെ മാലതി ഇങ്ങനെ ഓരോ സംശയങ്ങൾ പറയണം. നീ എന്തൊക്കെയാണ് മാലതി പറയുന്നത്? ബാലചന്ദ്രൻ എന്തിനാണ് തിരുവനന്തപുരത്ത് പോകുന്നത് എന്നൊക്കെ പറയാണ് ഗംഗാധരൻ. നമ്മൾ ആ കുഞ്ഞിനെ ഒരു ഓർഫനേജിൽ ഏൽപ്പിച്ചിരുന്നു എന്ന് വൈജ അറിയുന്ന ഒരു നിമിഷം ഉണ്ടല്ലോ, ഒരിക്കലും വൈജ നമ്മളോട് ക്ഷമിക്കത്തില്ല, നമ്മളോട് യുദ്ധത്തിന് വരും അവൾ. കാരണം അവളുടെ കുഞ്ഞിനെ അവളിൽ നിന്ന് അകറ്റി അവളെ മറ്റൊരു ജീവിതത്തിലേക്ക്, അവളൊട്ടും ആഗ്രഹിക്കാത്ത ജീവിതത്തിലേക്ക് തള്ളിവിട്ടു എന്നുള്ള ആ ഒരു ദേഷ്യമുണ്ടല്ലോ, അതൊരിക്കലും അവളുടെ മനസ്സിൽ നിന്ന് പോവത്തില്ല. ആ ഒരു കാര്യം മനസ്സിലുള്ളത് കൊണ്ടാണ് ബാലചന്ദ്രനുമായിട്ട് തന്നെ ഉള്ള കുടുംബ ബന്ധം അത്ര സുഖകരമല്ലാത്തത്. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ബാലചന്ദ്രൻ തന്നെയാണ് ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നത്. അവളുടെ കാര്യങ്ങളൊക്കെ അവൾ മറച്ചു വെച്ചിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ കൂടിയിട്ടും അവൾ ഒരു പരിഗണനയൊന്നും വല്ലാതെ ബാലചന്ദ്രന് കൊടുക്കുന്നില്ല എന്നാണ് എനിക്ക് അറിയാനായിട്ട് സാധിച്ചത് എന്ന് ഗംഗാധര മേനോൻ പറയുമ്പോൾ അതൊക്കെ അവളുടെ ആ വിഷമം, അവളുടെ ഉള്ളിലുള്ള ആ വേദന, അതൊന്നും ആരും അറിയാതിരിക്കാൻ, അവളുടെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങളൊന്നും ആരും അറിയാതിരിക്കാൻ അവൾ നടത്തുന്ന ഒരു ഒളിച്ചുകളിയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു അഭിനയം തന്നെയാണ് വൈജ കാണിക്കുന്നത് എന്ന് മാലതിയും പറയാണ്. ഇനിയിപ്പോൾ അയാളോട് എന്ത് നമ്മൾ മറുപടി പറയും? അയാൾ എങ്ങനെ അയാളെ ഒന്ന് മയപ്പെടുത്തി പറഞ്ഞയക്കുമെന്നൊക്കെ ഗംഗാധര മേനോൻ പറയുന്നുണ്ട്. എന്തായാലും ഗംഗേട്ടൻ വാ, അയാൾ അവിടെ ഇനി എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നതിന് മുൻപ് നമുക്ക് റൂമിലേക്ക് ചെല്ലാമെന്ന് പറഞ്ഞ് ഗംഗാധരനെയും വിളിച്ചുകൊണ്ട് റൂമിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതേസമയം കാണിക്കുന്നത് മനുവിനെ വിളിക്കുകയാണ് വൈജയന്തി വിളിച്ചിട്ട് പറയുന്നുണ്ട്, മനു നീ വിളിച്ചിട്ട് അന്വേഷിച്ചിട്ട് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയാണ്. ഇനിയിപ്പോൾ എവിടെ പോയതാണ് എന്താണെന്നൊന്നും ഒരു വിവരവും ഇല്ലല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വൈജയന്തി മനുവിനോട്. നീ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇപ്പോൾ നാട്ടിലേക്ക് കൊല്ലപ്പള്ളിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എറണാകുളത്ത് നിന്ന് എന്ന് പറയണം. എന്നാൽ മനു നീ പെട്ടെന്ന് വാ, എനിക്ക് യാതൊരു സമാധാനവും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് വൈജ. ആ സമയത്ത് മനു പറയുന്നുണ്ട്, നമുക്കൊരു കാര്യം ചെയ്യാം, ഇത്രയും നേരമായിട്ടും അങ്കിളിനെ കുറിച്ച് ഒരു വിവരവും ഇല്ല, അങ്കിൾ ഫോൺ എടുക്കുന്നുമില്ല. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്താലോ, നമുക്ക് ഒന്ന് പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്താലോ എന്ന് ചോദിക്കുമ്പോൾ വൈജയന്തി ആകെ ഷോക്കാവുന്നുണ്ട്. മനു നീ എന്താ പറയുന്നത്? പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യാനോ? അതെ ആൻറ്റി, പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഇന്നലെ ഉച്ച മുതൽ കാണാതായതല്ലേ, ഇന്ന് ഇത്രയും നേരമായിട്ട് യാതൊരു വിവരവും ഇല്ല. അപ്പോൾ വൈജയന്തിക്ക് അത് ഒരു നാണക്കേടായിട്ട് തോന്നുകയാണ്. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, അതൊന്നും വേണ്ട മനു, അതൊക്കെ നാട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നമല്ലേ, ആകെ മാനക്കേടല്ലേ, ബാലചന്ദ്രനെ കാണാനില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് മനു പറയുന്നുണ്ട്, ആൻറ്റിക്ക് ആൻറ്റിയുടെ ഭർത്താവാണോ വലുത്, അതല്ല ആൻറ്റിയുടെ അഭിമാനമാണോ വലുത്? അഭിമാനമാണ് വലുതെന്നുണ്ടെങ്കിൽ പോലീസിൽ കംപ്ലൈൻ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഭർത്താവാണ് വലുത് എന്നുണ്ടെങ്കിൽ ആൻറ്റി പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും എന്ന് പറയാണ് ബാലചന്ദ്രൻ, മനു കേട്ടോ വൈജയന്തിയോട്. അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ടെൻഷനിലാണ് വൈജയന്തി. എന്താണെങ്കിലും ആൻറ്റി റെഡി ആയിട്ട് വാ, നമുക്ക് അന്വേഷിക്കാം, നമുക്കൊന്ന് നോക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ ഫോൺ വയ്ക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ബാലചന്ദ്രനും മാലതിയും ഗംഗാധര മേനോനും കൂടി സംസാരിക്കുന്നതാണ്. ഗംഗാധരൻ വന്നിട്ട് ഇയാളോട് മയപ്പെട്ട് ഇങ്ങനെ സംസാരിച്ച്
തുടങ്ങുന്നുണ്ട്. അപ്പം ബാലചന്ദ്രൻ ഒട്ടും അടുക്കാൻ തയ്യാറല്ല കേട്ടോ. അയാളുടെ സംസാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ വഞ്ചിക്കപ്പെട്ട ഒരു മനുഷ്യനാണ്. 22 വർഷമായിട്ട് വഞ്ചിക്കപ്പെട്ടാണ് താൻ ജീവിക്കുന്നത്. അതും എങ്ങനെ തന്നെ അനുസരിച്ച് തന്നെ സ്നേഹിച്ച് ജീവിക്കുന്ന ഒരു ഭാര്യയായിരുന്നു എങ്കിൽ പോട്ടെ, കുഴപ്പമില്ല എന്ന് വെക്കാമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. വൈജയന്തി അയാളോട് പെരുമാറുന്നതും അയാളെ അനുസരിക്കാതിരിക്കുന്നതും, അതായത് ഒരു ഭർത്താവ് എന്നുള്ള ഒരു സ്നേഹമോ പരിഗണനയോ ഒന്നും തന്നെ വൈജയന്തി ബാലചന്ദ്രന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. വൈജയന്തി പറയുന്ന കാര്യങ്ങൾ മാത്രം വീട്ടിൽ നടപ്പാക്കുക, വൈജയന്തി പറയുന്ന കാര്യങ്ങൾ നടക്കുക, വൈജയന്തിക്ക് മാത്രമായിരുന്നു അവിടെ വോയിസ് ഉണ്ടായിരുന്നത്. എപ്പോഴും വലിയ കൊമ്പത്തെ വീട്ടിലെ വിശേഷങ്ങൾ പറയുകയും ചെയ്യും. എന്നിട്ട് ഞാൻ വലിയ കൊമ്പത്തെ വീട്ടിലെ ആളാണ്, അല്ലാതെ വേറെ എവിടത്തെയും ഒരു ആശ്രിതരായ ആൾക്കാരൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് വലിയ വീരവാദവും പറയും. മിക്ക സമയത്തും അപമാനിക്കും ഒക്കെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിരുന്നു വൈജയന്തിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടും നല്ലൊരു ദാമ്പത്യ ജീവിതമായിരുന്നില്ല അവരുടേത്. ഇപ്പം എന്താണെങ്കിലും വൈജയന്തി ഒട്ടും ആഗ്രഹിക്കാതെയാണ് ബാലചന്ദ്രൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുകയാണ്. വൈജയന്തിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. ബാലചന്ദ്രൻ വെറും വിഡ്ഢിയായിപ്പോയി എന്നുള്ളൊരു ചിന്ത അയാളെ കൂടുതൽ മാനസികമായിട്ട് വിഷമിപ്പിക്കുകയാണ്. അതാണ് അയാളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നത്. താൻ ഇത്രയും വർഷം ഇവരുടെയൊക്കെ മുന്നിൽ ഒരു വിഡ്ഢി വേഷം കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഒരു വിഡ്ഢിയായ ഭർത്താവായിട്ട് വേഷം കെട്ടി ആടുമായിരുന്നല്ലോ എന്നുള്ള ഒരു ചിന്തയാണ് അയാളുടെ മനസ്സിൽ. തന്നെ കാണുമ്പോഴൊക്കെ ഇവരുടെ മനസ്സിലൊക്കെ തന്നെ പരിഹാസമായിരിക്കും. കാരണം ഒരു പ്രസവം ഒരാളുടെ കൂടെ പോയി താമസിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിച്ച ഒരു പെണ്ണിൻ്റെ കൂടെ ഒന്നും അറിയാതെ ഒരു പൊട്ടനായിട്ട് ഇത്രയും കാലം ജീവിക്കുകയായിരുന്നല്ലോ എന്നുള്ള ഒരു ചിന്ത അത് അവരുടെ മനസ്സിലും ഉണ്ടാകും. അപ്പോൾ തന്നെ കാണുമ്പോൾ അവർക്ക് ആ ഒരു ചിന്ത വന്നിട്ടുണ്ടാവുമല്ലോ എന്നുള്ളതൊക്കെ ഓർത്തിട്ട് തന്നോട് തന്നെ പുച്ഛം തോന്നുകയാണ് ബാലചന്ദ്രന്. അത്രയും ഭയങ്കരമായിട്ട് തകർന്നു പോവുക കേട്ടോ ആ മനുഷ്യൻ. നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും ബാലചന്ദ്രൻ്റെ അവസ്ഥ. ശരിക്കും ഒരിക്കലും ബാലചന്ദ്രനോട് നമുക്ക് വെറുപ്പോ ദേഷ്യമോ ഒന്നും തോന്നത്തില്ല. കാരണം അയാൾ പറയുന്നതൊക്കെ ശരിയാണ്, അയാളുടെ ഭാഗത്ത് തന്നെയാണ് ന്യായം. അങ്ങനെ ഗംഗാധരമേനോൻ വന്നിട്ട് വീണ്ടും സംസാരിക്കുന്നുണ്ട്. ബാലചന്ദ്രൻ ഇപ്പോൾ വീട്ടിലേക്ക് എല്ലാം നമുക്ക് പിന്നീട് സംസാരിക്കാം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇനി ഏത് വീട്ടിലേക്ക് പോകാനാണ്? ഇനി വീടും ഇല്ല, കുടുംബവും ഇല്ല, ഒന്നുമില്ല എന്ന് പറയാട്ടോ. നിങ്ങൾ എന്താ ബാലചന്ദ്രൻ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് മാലതി ചോദിക്കുമ്പോൾ ഞാൻ എങ്ങനെ പിന്നെ സംസാരിക്കണം? പിന്നെ എങ്ങനെ ഞാൻ സംസാരിക്കണം? എൻ്റെ കുടുംബം, വിവാഹ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ കയ്യിലൊരു കത്തിയുണ്ട്. ആ കത്തി കൊണ്ട് അത് അറുത്ത് മാറ്റി ഇടാൻ പറ്റുമായിരുന്നു എങ്കിൽ ഇപ്പോൾ ഈ നിമിഷം ഞാൻ ഇവിടെ അത് അറുത്ത് മാറ്റിയിട്ടേനെ എന്ന് പറയണം. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഗംഗാധര മേനോനും മാലതിക്കും ഭയങ്കര ഷോക്കാവുന്നുണ്ട്. നിങ്ങൾ എന്താ ബാലചന്ദ്ര ഈ പറയുന്നത്? കുടുംബ ബന്ധം മുറിച്ചു മാറ്റാനോ? നമ്മൾ പറയുന്നത് പോലെയൊന്നല്ല, അത് മുറിച്ചു മാറ്റാൻ എളുപ്പമാണ്, പക്ഷേ ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനല്ലേ ഭയങ്കര ബുദ്ധിമുട്ട് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് 22 വർഷം സഹിച്ചവനാണ് ഞാൻ. ആ 22 വർഷം സഹിച്ച് ആ ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടാണ് ഞാൻ എൻ്റെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. ഇപ്പോഴല്ലേ അത് എൻ്റെ കുടുംബമായിരുന്നില്ല എന്ന് മനസ്സിലായത് എന്ന് പറയുമ്പോൾ അതെന്താ ബാലചന്ദ്ര നിങ്ങൾ അങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുകയാണ് മാലതി. എനിക്ക് അങ്ങനെ ഒരു കുടുംബം ഉണ്ടായിരുന്നില്ല മാലതി ഏട്ടത്തി എന്ന് പറയാണ് ബാലചന്ദ്രൻ. ആ സമയത്ത് ബാലചന്ദ്രൻ്റെ വോയിസ് ഒക്കെ ഒന്ന് മാറുന്നുണ്ട് കേട്ടോ. ബാലചന്ദ്രന് ഇങ്ങനെ ഭയങ്കര എന്താ പറയുക, വിഷമത്തോട് കൂടിയിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. ഈ 22 വർഷവും അവളുടെ ഒരു അടിമയായിട്ടാണ് അവൾ എന്നെ കണ്ടിട്ടുണ്ടായിരുന്നത്. ഏത് സമയത്തും കൊമ്പത്തെ വീട്ടിലെ വർത്താനം മാത്രമേ അവൾക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ. എന്ത് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും കൈതക്കൽ മാളിക വീട്ടിലെ കുഞ്ഞിരാമൻ മേനോൻ്റെ മകളാണ് ഞാൻ എന്ന സംസാരം മാത്രമേ എൻ്റെ നേരെ ഉണ്ടായിട്ടുള്ളൂ. ഞങ്ങളൊക്കെ വെറും 2ാം തരക്കാർ മാത്രമായിട്ടാണ് എന്നെയും എൻ്റെ കുടുംബത്തെയൊക്കെ അവൾ കണ്ടിരുന്നത്. എൻ്റെ കുടുംബത്തെ പൊട്ട് എന്നെപ്പോലും ഒരു വില കൽപ്പിച്ചിരുന്നില്ല. ഇത്രയും വർഷം ഞാൻ അവിടെ എല്ലാം സഹിച്ചും ക്ഷമിച്ചും ജീവിച്ചു. എൻ്റെ ഭാര്യയാണല്ലോ, എൻ്റെ മക്കളുടെ അമ്മയാണല്ലോ, എൻ്റെ മക്കളാണല്ലോ, എൻ്റെ കുടുംബമാണല്ലോ എന്ന് കരുതി ഞാൻ എല്ലാവരെയും സ്നേഹിച്ചും അവർക്ക് ഓരോരുത്തർക്കും വേണ്ട റെസ്പെക്റ്റ് കൊടുത്തും ഒക്കെയാണ് ഞാൻ ജീവിച്ചത്. ഗംഗേട്ടനെ ഞാൻ എൻ്റെ സ്വന്തം ചേട്ടനെ പോലെയാണ് കണ്ടിട്ടുള്ളത്. അതുപോലെ ശിവേട്ടനാവട്ടെ, രാജീവാവട്ടെ, എല്ലാവരെയും ഞാൻ എൻ്റെ സ്വന്തമായിട്ടാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ എല്ലാവരും കൂടെ എന്നെ വഞ്ചിക്കുകയായിരുന്നു അല്ലേ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, വൈജ അവളാണ് ഒപ്പിച്ച് വെച്ചേക്കുന്നത്. എന്നിട്ടും അവളുടെ സ്വഭാവം എങ്ങനെയായിരുന്നു? എന്നോടുള്ള പെരുമാറ്റം, മറ്റുള്ളവരോടുള്ള പെരുമാറ്റം ഇപ്പോഴും എന്നെ പുച്ഛമാണ്, എന്നെ ഒരു അവജ്ഞയാണ്. എന്നാൽ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ എതിർക്കാനല്ലാതെ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരിക്കലും അവൾ സംസാരിക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ബാലചന്ദ്രൻ ശരിക്കും പറഞ്ഞാൽ വൈജയുടെ കൂടെ ഒരു നല്ല ലൈഫ് ആയിരുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുകയാണ് മാലതിയും
ഗംഗാധരൻ മേനോൻ. അപ്പോൾ മാലതി പറയുന്നുണ്ട്, പക്ഷേ നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നല്ലോ നിങ്ങളുടെ ജീവിതത്തിൽ എന്ന് പറയുമ്പോൾ ഞാൻ ഹാപ്പിനെസ് അഭിനയിക്കുകയായിരുന്നു. കാരണം എനിക്ക് എൻ്റെ മക്കളുടെ മുന്നിൽ ഞാൻ സന്തോഷവാനാണ് എന്ന് കാണിക്കണമായിരുന്നു. എന്നിട്ടും എൻ്റെ കൃഷ്ണമോൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, അമ്മയുടെ കൂടെയുള്ള ലൈഫിൽ അച്ഛൻ ഹാപ്പിയാണോ എന്ന്. എന്ത് മറുപടി പറയണമെന്നറിയാതെ ഞാൻ മൗനമായി ഇരുന്ന് പോയിട്ടുണ്ട് എന്ന് പറയണ ബാലചന്ദ്രൻ. ഇനി എന്താണെങ്കിലും എനിക്ക് ഇത് സഹിക്കാനോ ക്ഷമിക്കാനോ ഒന്നും പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് ബാലചന്ദ്രൻ. അങ്ങനെ വീണ്ടും ബാലചന്ദ്രൻ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ വീട്ടിലേക്ക് ക്ഷണിക്കുന്നുണ്ട്, ഇനി വീട്ടിലേക്ക് പോകാം, നമുക്ക് ഇനി ഭക്ഷണമൊക്കെ കഴിച്ച് റെസ്റ്റ് എടുത്തിട്ട് പോകാം എന്നൊക്കെ പറയുമ്പോൾ, ഇല്ല ഞാനിനി നിങ്ങളുടെ സൽക്കാരം സ്വീകരിക്കാനൊന്നും വന്നതല്ല എന്ന് പറയാണ്. നിങ്ങൾ പൊക്കോ എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ്റെ വണ്ടി അവിടെയല്ലേ കിടക്കുന്നത്, എന്താണെങ്കിലും വണ്ടി എടുക്കാൻ അങ്ങോട്ടേക്ക് വരണ്ടേ, അത് ഞാനൊരു ടാക്സി പിടിച്ച് വന്നോളാം എന്നൊക്കെ പറയുമ്പോൾ, അതൊന്നും വേണ്ട ബാലചന്ദ്രൻ, ഞങ്ങളുടെ കൂടെ തന്നെ വാ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ബാലചന്ദ്രനെ അവർ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിലും പിന്നീട് ബാലചന്ദ്രൻ അവിടെ ഭക്ഷണമൊന്നും കഴിക്കാൻ നിൽക്കാതെ അവിടെ നിന്ന് തിരിച്ചു പോകാനാണ് സാധ്യത. പിന്നീട് ഒരു പക്ഷേ ബാലചന്ദ്രൻ അവരോട് വെളിപ്പെടുത്താനുള്ള ഒരു സാഹചര്യം ഉണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ 22 വർഷങ്ങൾക്ക് മുൻപ് 23 വർഷങ്ങൾക്ക് മുൻപ് മരിച്ചുപോയി എന്ന് പറഞ്ഞ പെൺകുട്ടി ഇപ്പോൾ ജീവനോടെ എൻ്റെ മുന്നിൽ വന്ന് നിൽപ്പുണ്ട് എന്നുള്ള കാര്യം ഒരു പക്ഷേ അറിയിക്കാനുള്ളൊരു സാധ്യതയുണ്ട് കേട്ടോ. അതിനുശേഷമായിരിക്കും ബാലചന്ദ്രൻ തിരിച്ചു വരുന്നത്. അങ്ങനെ തിരിച്ചു വരുന്ന ബാലചന്ദ്രൻ ഒരു ബാറിൽ കയറിയിരുന്ന് മദ്യപിക്കുകയും ഓരോ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ഭയങ്കരമായിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ടേബിളിൽ ഇരുന്ന സാധനങ്ങളൊക്കെ തട്ടിത്തെറിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ ടേബിളിലേക്ക് ഇങ്ങനെ ശക്തിയായിട്ട് അടിക്കുകയാണ്. അതേസമയം വൈജയന്തി ആണെങ്കിൽ ഇനിയിപ്പോൾ മനു പറഞ്ഞതുപോലെ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യാമെന്ന് തന്നെ തീരുമാനിക്കുകയാണ്. കാരണം ബാലചന്ദ്രനെ കുറിച്ച് ഒരു അറിവുമില്ലല്ലോ. അപ്പം മനുവിനെ കാണാനായിട്ട് വൈജയന്തിയും വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെടുന്നുണ്ട് കേട്ടോ. അങ്ങനെ മനു വന്നിട്ട് പോലീസിൽ വിവരം കൊടുക്കാം എന്ന് തീരുമാനിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. അതിന് ശേഷമായിരിക്കും ബാലചന്ദ്രൻ മിക്കവാറും വീട്ടിലെത്തുന്നതും. ബാലചന്ദ്രൻ ഇങ്ങനെ വാതിലടച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഓരോ കാര്യങ്ങളൊക്കെ ഓർത്ത് വൈജയന്തിയും മലിനിയൊക്കെ ഉപദ്രവിക്കുന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് സ്വപ്നം കാണുന്നത് പോലെയൊക്കെ ഓർത്ത് അങ്ങനെ ടെൻഷൻ ആവുകയും ആ സമയത്താണ് ബാലചന്ദ്രന് ഹാർട്ട് അറ്റാക്ക് വരികയും പിന്നീട് അലീന അത് കാണുകയും ചെയ്യുന്നതൊക്കെ സീനുകളൊക്കെ ഇനി വരാൻ പോകുന്ന സീനുകളാണ്. അപ്പോൾ എന്താണെങ്കിലും ഇത്രയേ ഉള്ളൂ നാളത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറി. അപ്പോൾ എന്താണെങ്കിലും ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതാം കേട്ടോ. അപ്പോൾ സ്റ്റോറി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും ഹൈപ്പ് എന്ന ഓപ്ഷൻ കൊടുക്കാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് പറയാം. അപ്പോൾ നെക്സ്റ്റ് ഒരു സ്റ്റോറി ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.